ഈ ദിവസങ്ങളിൽ നമ്മുടെ സമൂഹത്തെയും മനസ്സിനെയും കലുഷിതമാക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് എപ്സ്റ്റീൻ ഫയൽസ്. ജെഫ്രി എപ്സ്റ്റീൻ എന്ന ഒരാളുടെ രഹസ്യങ്ങളും അയാളുടെ സാമ്രാജ്യമായ ലിറ്റിൽ സെയിൻറ്റ് ജെയിംസ് ഐലൻഡിൽ ബലം കൊണ്ടും പണം കൊണ്ടും നടത്തപ്പെട്ട കൊടിയ അപരാധങ്ങളും അതിലുൾപ്പെട്ടിരിക്കുന്ന ഉയർന്ന സ്ഥാനങ്ങളിലുള്ള ആളുകളുടെ പേരുകളും ലോകം ഇന്ന് പരിശോധിക്കുകയാണ്. ഇത് നമ്മെ ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്. മനുഷ്യൻ്റെ ഹൃദയത്തിലെ അന്ധകാരത്തിൻ്റെ ആഴവും അധികാരത്തിൻ്റെ ദുരുപയോഗവും അതിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയാതെ തകർത്തെറിയപ്പെട്ട പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ നിലവിളിയും നമുക്കിന്ന് കേൾക്കാനായിട്ട് കഴിയും. ഈ സംഭവങ്ങൾ, ഈ ഫയലുകൾ ഒരാത്മീയ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമ്മോട് ഉറക്കെ സംസാരിക്കുന്നുണ്ട്. നമ്മൾ കാണുന്നത് വെറും സാമൂഹിക അനീതിയോ രാഷ്ട്രീയ കുഴപ്പമോ മാത്രമല്ല, അതിനപ്പുറത്തുള്ള ഒരാത്മീയ യുദ്ധത്തിൻ്റെ പ്രതിഫലനമാണ്. ഒരു വശത്ത് ദൈവരാജ്യം സ്നേഹത്തിൽ മുന്നേറുമ്പോൾ മറുവശത്ത് പൈശാചിക രാജ്യം സ്വയത്തിന് പ്രാധാന്യം നൽകി ലൈംഗിക അതിക്രമങ്ങളിലൂടെയും അധികാരത്തിൻ്റെ ദുരുപയോഗത്തിലൂടെയും ദുർബലരെ ചവിട്ടിമെതിച്ചും ദൈവരാജ്യത്തെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. തൻ്റെ രാജ്യം വളർത്തുവാൻ സാത്താൻ ഉപയോഗിക്കുന്ന മാർഗത്തെയാണ് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്. അതാണ് വെളിച്ചദൂതൻ്റെ വേഷം. 2 കൊരിന്ത്യർ 11:14 ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. എന്തെന്നാൽ സാത്താനും പ്രകാശദൂതൻ്റെ വേഷം അണിയുന്നുണ്ടല്ലോ. ഇത് പഴയതും എന്നാൽ ഇന്നും പുതിയ രീതികളിൽ പിശാച് ഉപയോഗിക്കുന്ന തന്ത്രമാണ്. ഏദൻ തോട്ടത്തിൽ സർപ്പം ആദ്യത്തെ സ്ത്രീയെ ചതിച്ചപ്പോൾ അത് വെളിപ്പെട്ട ശത്രുവായി അല്ല, ദൈവത്തിൻ്റെ വാക്കിനെ ചോദ്യം ചെയ്യുന്ന ജ്ഞാനിയായ ഒന്നിൻ്റെ വേഷത്തിലാണ് വന്നത്. ഇന്ന് അവൻ ബഹുമാനത്തിൻ്റെയും അധികാരത്തിൻ്റെയും പ്രശസ്തിയുടെയും പുറംമൂടിയിൽ വരുന്നു. സമൂഹത്തിൽ പ്രകാശിക്കുന്നവരുടെ രൂപത്തിൽ, അധികാരത്തിൻ്റെ മുറ്റത്ത് നിന്ന് പ്രസംഗിക്കുന്നവരുടെ രൂപത്തിൽ, സാംസ്കാരിക നായകന്മാരുടെ രൂപത്തിൽ. അവൻ്റെ ലക്ഷ്യം എപ്പോഴും ഒന്നാണ്: നന്മയുടെ പേരിൽ തിന്മയും സത്യത്തിൻ്റെ വേഷത്തിൽ വ്യാജവും സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലുള്ള അടിമത്തവും പ്രചരിപ്പിക്കുക എന്നത്. ദൈവം നൽകുന്ന വിവേചനത്തിൻ്റെ വരത്തിനായി നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യരെ മാത്രം കാണും, പക്ഷെ ദൈവത്തിൻ്റെ ജനം മനുഷ്യരുടെ പിന്നിലുള്ള ആത്മീയ യാഥാർത്ഥ്യങ്ങൾ കാണാൻ തയ്യാറാകണം. ഓരോ മനുഷ്യനെയും തിന്മയിലേക്ക് നയിക്കുന്ന ദുഷ്ടാത്മാവിൻ്റെ പ്രേരക ശക്തിയെ നാം കാണാതെ പോകരുത്. നാം എല്ലാവരും ചിന്തിച്ചു നോക്കുക. ഇത് പുതിയതല്ല, എന്നാൽ ഓരോ തലമുറയിലും പിശാച് തൻ്റെ പഴയ തന്ത്രം തന്നെയാണ് പുതുക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ലോകത്ത് ഈ വാക്കുകളുടെ മൂർച്ച നാം ഇന്ന് കൂടുതൽ വ്യക്തമായി അനുഭവിക്കുന്നു. ബഹുമാനിക്കപ്പെടുന്ന നേതാക്കൾ, പ്രശസ്തരായ വ്യക്തികൾ, സമൂഹത്തിൻ്റെ മുകൾ തട്ടിലിരിക്കുന്നവർ വെളിച്ചത്തിൻ്റെ വേഷത്തിൽ ഇരുട്ടിൻ്റെ പ്രചാരകരായി തീരുന്നത് നാം കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, നന്മ മരങ്ങളായി അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഇവർ എന്നാൽ ആരും അറിയാത്ത മനസ്സിൻ്റെ ക്രൂര ദുർമോഹങ്ങൾ തീർക്കാൻ ലിറ്റിൽ സെയിൻറ്റ് ജെയിംസ് ദ്വീപ് പോലെ പല തരത്തിലുള്ള സംവിധാനങ്ങൾ അവർ സമൂഹത്തിൽ സൃഷ്ടിച്ചു വച്ചിരിക്കുകയാണ്. ചിലരുടെ ലിറ്റിൽ സെയിൻറ്റ് ജെയിംസ് ദ്വീപ് അവരുടെ വീടുകളായിരിക്കാം. ചിലർക്ക് അത് അവരുടെ തൊഴിലിടങ്ങളോ പ്രവർത്തന മേഖലകളോ ആകാം. അവിടെയെല്ലാം ക്രൂരതകൾ സഹിക്കുന്ന മനുഷ്യരുടെ നിലവിളികൾ ഇന്നും ആരും കേട്ടു തുടങ്ങിയിട്ടുണ്ടാകുകയില്ല. ഇത്തരത്തിലുള്ള പൈശാചിക സംവിധാനങ്ങൾ ജീവൻ കൊടുത്തും തകർത്ത് കളയാൻ നമുക്ക് ബാധ്യതയും ഉത്തരവാദിത്വമുണ്ട്. എതിരെ നിൽക്കുന്നത് എത്ര വലിയവരാണെങ്കിലും ശരി, ഈ ക്രൂര പ്രവണതകൾക്ക് നാം ഒരിക്കലും കൂട്ടുനിൽക്കാൻ പാടില്ല. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് വെളിച്ചദൂതന്മാരുടെ വേഷം ധരിച്ച് പൊയ്മുഖങ്ങളായി നടക്കുന്ന കള്ളന്മാരാകാനല്ല, മശിഹായുടെ വേഷം ധരിക്കുവാനുമല്ല. പിന്നെയോ ശുദ്ധമുള്ള റോമർക്ക് എഴുതിയ ലേഖനം 13:14 പറയുന്നത് പോലെ മശിഹായെ തന്നെ ധരിക്കുന്നവരായി മാറാനാണ്. 5 തുബ്ദേനിൽ നാം കേൾക്കുന്നത് പോലെ ദൈവത്തെ ധരിച്ച നമ്മുടെ പിതാക്കന്മാരെ പോലെ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ ഈ തിന്മകളെ ഇല്ലാതാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.